എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ 1-2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ, നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നത് 5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ ആയിരിക്കും. ഇത് തള്ളല്ല, കള്ളമല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരുപാട് പരസ്യങ്ങൾ കാണും, എന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും മണി ചെയിനിൽ നിങ്ങളെ കൊണ്ടപ്പെടുത്തും. ഇപ്പോൾ MTF എന്നൊക്കെ പറയുന്ന പോൺസി സ്കീം പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, ബ്രോ എങ്ങനെ പൈസ ഉണ്ടാക്കാം, എങ്ങനെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഒരുപാട് നാളത്തെ നിരീക്ഷണത്തിനും പഠനത്തിനും ഒക്കെ ശേഷം നമ്മൾ ആ ഒരു സംഭവം ഇവിടെ അൺവീൽ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ആദ്യം പറഞ്ഞോട്ടെ. മലയാളത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു കംപ്ലീറ്റ് കോപ്പി റൈറ്റിംഗ് കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്താണ് കോപ്പി റൈറ്റിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ ആദ്യം എക്സൈറ്റ്മെൻറ്റിൽ എന്താണ് സംഭവം എന്ന് പറയണമല്ലോ. നമ്മൾ കോപ്പി റൈറ്റിംഗ് കോഴ്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് പെൻ ചെയ്ത് വെച്ചേക്കാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് വേറെ ഏതെങ്കിലും കമ്പനിയുടെ, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഒന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല. നമ്മൾ അങ്ങനെ പല കമ്പനീസിന്റെ പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. ashwinmadapalli.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട്, അത്രത്തോളം സമയമെടുത്ത് പഠിച്ച് കാച്ചി കുറുക്കി മലയാളികൾക്ക്, അതായത് വീട്ടമ്മമാരാകട്ടെ, കുട്ടികളാകട്ടെ, കോളേജ് സ്റ്റുഡൻസ് ആകട്ടെ, വർക്കിംഗ് പ്രൊഫഷണൽസ് ആകട്ടെ, ആർക്കും മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ, ആർക്കും ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ, നമ്മുടെ ടീം തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറെ കമ്പനിയുടെയോ വേറെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനത്തിന്റെ പ്രൊമോഷൻ അല്ല. അങ്ങനെ അവരുടെ നിന്ന് പൈസ മേടിച്ച് ചെയ്യുവാന്ന് ആരും ദയവായിട്ട് ചിന്തിക്കില്ലേ. അപ്പോൾ എന്താണ് കോപ്പി റൈറ്റിംഗ്, എന്താണ് ഞാൻ ഈ കോഴ്സ് ചെയ്യാനുള്ള കാരണം, എന്താണ് ഇതിന്റെ സംഭവങ്ങൾ എന്നെല്ലാം പറയാം. അതിനുശേഷം നിങ്ങൾ കേൾക്കുക, മുഴുവനായിട്ട് കേൾക്കുക. അപ്പോൾ ഇത് തള്ളോ കള്ളമൊന്നുമല്ല, ഇത് ഉള്ളിൽ തട്ടി ഹൃദയത്തിൽ എന്ന് പറയുന്ന കാര്യമാണ്. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്തിരിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞോട്ടെ. നമ്മൾ പലപ്പോഴും മണി മേക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്, എങ്ങനെ പണം സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞ്. അതെന്തെങ്കിലും ചെറിയ കാര്യത്തെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും മണി മേക്കിംഗ് വീഡിയോസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ എങ്ങനെ പണം സമ്പാദിക്കാമെന്നും പറഞ്ഞ് ചെറിയ പോയിന്റുകളൊക്കെ ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥകൾ മനസ്സിലാകുന്നു. ഒരുപാട് ചെറുപ്പക്കാർ, നമ്മുടെ മച്ചാന്മാർ ഇൻബോക്സിൽ, ഇൻസ്റ്റാഗ്രാമിൽ, വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കും, ബ്രോ ആകപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് MCOM ഉണ്ട്, MTech ഉണ്ട്, പക്ഷേ ഞാൻ ഒരുപാട് PSC എഴുതി, പല കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത് നോക്കി, പക്ഷേ ഒന്നിലും ഒരു മെച്ചം കിട്ടുന്നില്ല. ഞാൻ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് IT കമ്പനിയിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം 20,000 രൂപയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബം എങ്ങനെ നോക്കാനാണ്? അല്ലെങ്കിൽ ഒരുപാട് ജോലിയില്ലാതെ, അല്ലെങ്കിൽ വീട്ടു ജോലി ചെയ്യുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്. ഇവരൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണല്ലേ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് മാസം 5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ, അതായത് 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10,000 അമേരിക്കൻ ഡോളറാണ്. ഇത് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. ഇത് തള്ളോ കള്ളമോ അങ്ങനെയൊന്നുമല്ല. കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു തൊഴിൽ മേഖലയിലൂടെ ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പാർട്ട് ടൈം ആയിട്ട് കുറച്ച് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ പണം സമ്പാദിക്കാം. പക്ഷേ ആരെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പേർക്കും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലോകമെമ്പാടുമുള്ള ഒരുപാട് ആൾക്കാർ കോപ്പി റൈറ്റിംഗിലൂടെ മാസം $10,000 അല്ലെങ്കിൽ $20,000 $30,000 സമ്പാദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ വിശ്വാസമായില്ല എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കത്തില്ല. അപ്പോൾ ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, ഈ ടെലഗ്രാം ഒക്കെ പോലത്തെ പ്ലാറ്റ്ഫോമാണ്. അവിടെ കോപ്പി റൈറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെർവർ ഉണ്ട്. അതിൻ്റെ അകത്ത് ഓരോരുത്തർ വരുമാനത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഇടും. പോയി നോക്ക്, ചെന്ന് നോക്കിയിട്ട് സ്വയം ബോധ്യപ്പെടും. കോപ്പി റൈറ്റിംഗിലൂടെ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് $10,000 ഒക്കെയാണ്, അതായത് 8 ലക്ഷം രൂപയൊക്കെയാണ്. ഇപ്പോൾ എല്ലാവരും സംശയം, എന്താണ് ഈ കോപ്പി റൈറ്റിംഗ് ജോലി, ഇതിലൂടെ ഇത്ര വലിയ പൈസയൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇത് വലിയ സംഭവമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലേ. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് പറയാം. ദയവായിട്ട് സ്കിപ്പ് ചെയ്യാതെ, ഞാൻ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അങ്ങനെ കാണാൻ പറയാറില്ല. ഈ വീഡിയോ മാത്രം ഒന്ന് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്താണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് കോപ്പി എഴുതുക എന്നാണ് പറയുന്നത്. എന്താണ് സെയിൽസ് കോപ്പി എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് എന്തോ ആയിക്കൊള്ളട്ടെ, അതായത് ഒരാൾ പൈസക്ക് വിൽക്കുന്ന ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ ചിലവർ ബോഡി ബിൽഡിംഗ് കോഴ്സൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, ഓൺലൈനായിട്ട് നിങ്ങളുടെ വെയിറ്റ് ലൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കോഴ്സൊക്കെ നടത്താറില്ലേ. അങ്ങനെ പൈസക്ക് വിൽക്കുന്ന എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു പരസ്യം എഴുതി കൊടുക്കുകയാണ്. പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്ചാതുര്യം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പരസ്യം എഴുതി കൊടുക്കുകയാണ്. ആ പരസ്യത്തിലൂടെ അവർക്ക് വലിയ സെയിൽസ് ഉണ്ടാക്കിയാണ്. അതിൻ്റെ ഒരു ഭാഗം ഒരു വരുമാനമായിട്ട്, ഒരു കമ്മീഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ മിക്കവാറും ഇൻ്റർനാഷണൽ കമ്പനീസുമായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചിലവാക്കുന്നൊരു പൈസയാണ്. 100 രൂപയ്ക്ക് ഒരു ക്വാർട്ടർ കുഴിമന്തി പോലും കിട്ടത്തില്ലല്ലേ. അതുപോലെ അമേരിക്കക്കാരൻ $100 അതുപോലെ ചിലവാക്കുന്നല്ലേ. പക്ഷേ $100 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ഇന്ത്യൻ റുപ്യ ആയിട്ട് മാറി? 8,000 രൂപയായിട്ട് മാറി. $1 എന്ന് പറയുന്നത് 82 രൂപയാണ്. അപ്പോൾ 8,000 രൂപയായിട്ട് $100 മാറി. ഇത് തന്നെയാണ് കോപ്പി റൈറ്റിംഗിൻ്റെ ഏറ്റവും വലിയ സാധ്യത. കാരണം നമുക്ക് പേയ്മെൻറ്റ് കൂടുതലായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർനാഷണൽ കമ്പനീസുമായിട്ട് ആയിരിക്കും. ഇന്ത്യൻ കമ്പനീസുമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കേട്ടോ, നിങ്ങൾക്ക് കേരളത്തിലെ കമ്പനീസുമായിട്ട് വരെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ പരസ്യങ്ങൾ കാണും. അതെന്തെങ്കിലും കാറിൻ്റെ ആകട്ടെ, മൊബൈൽ ഫോൺസിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോറൂമിൻ്റെ ആകട്ടെ. എന്നിട്ട് ഒരുപാട് പരസ്യവാചകങ്ങൾ ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിരിക്കുമല്ലേ. ആ പരസ്യവാചകങ്ങൾ കണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടാവും. അല്ലെങ്കിൽ പല
പലതരത്തിലുള്ള എണ്ണകൾ, ഇപ്പോൾ തലയെ തേച്ചാൽ മുടി വളരുമെന്ന് പറയുന്ന എണ്ണയുണ്ട്, അല്ലെങ്കിൽ ജെല്ലുകൾ, അങ്ങനത്തെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടൊരു പരസ്യവാചകം നിങ്ങൾ കാണാറില്ലേ? അത് കണ്ടിട്ട് നിങ്ങൾക്ക് മേടിക്കണമെന്ന് തോന്നാറില്ലേ? ഇത് എഴുതി കൊടുക്കുന്നതിന് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് നമ്മളെ കൊണ്ട് പോസിബിൾ ആകുമോ? ലക്ഷക്കണക്കിന് കമ്പനീസ്, ലക്ഷക്കണക്കിന് ബിസിനസ് ഓൺട്രപ്രൂണേഴ്സുമാണ് കോപ്പി റൈറ്റേഴ്സിനെ നോക്കിയിരിക്കുന്നത്. ഈ 2023 നിങ്ങൾ ഈ കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. കാരണം കോപ്പി റൈറ്റേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻക്രീസ്ഡ് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കോപ്പി റൈറ്റിംഗ് എന്നുള്ള ബേസിക് ഐഡിയ. ഇനി നമ്മൾ എന്താണ് ഇതിനെ പറ്റിയിട്ട് ചെയ്തിരിക്കുന്നത്? ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് എങ്ങനെ ഇത് പഠിക്കാമെന്ന് പറയാം. ഈ കോഴ്സ് എങ്ങനെ നിങ്ങൾക്ക് മേടിക്കാം, ഇതിൻ്റെ വില എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കോഴ്സിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 3500 രൂപയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച് കാച്ചിക്കുറുക്കി എടുത്ത കോഴ്സാണ്. പക്ഷേ നമ്മളൊരു കോഴ്സ് തുടങ്ങുമ്പോഴേക്കും അതിന് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ കൊടുക്കണമല്ലോ. അങ്ങനെ ആദ്യം ചേരുന്ന 1000 പേർക്ക് 3500 നിന്നും കുറഞ്ഞ് 899 മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത്. ആദ്യത്തെ 1000 പേർക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി എങ്ങനെ മേടിക്കാൻ നോക്കുക? നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ആകാൻ പോകുന്ന പേജ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും. ദ സീക്രട്സ് ഓഫ് കോപ്പി റൈറ്റിംഗ്, ഹൗ ടു മേക്ക് Rs 5 lakh per month വിത്ത് കോപ്പി റൈറ്റിംഗ് അല്ലേ? അപ്പോൾ അതിൻ്റെ താഴത്ത് 899 എന്നുണ്ട്, സൈഡിൽ ഒരു ബൈ നൗ ഉണ്ടല്ലേ? ആ ബൈ നൗവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. നെയിമിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ നമ്മുടെ സ്റ്റേറ്റ്. അതെല്ലാവർക്കും കേരളമാണല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ബൈ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ നിൽക്കുക. നിങ്ങൾ നേരെ കയറി ചെല്ലുന്നത് ഈ ഒരു പേയ്മെന്റ് പേജിലേക്കായിരിക്കും. അപ്പോൾ അവിടെ പ്രൊസീഡ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ഫോൺ നമ്പർ ഇമെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. പ്രൊസീഡ് പേയ്മെന്റ് നിൽക്കുക. അതിനുശേഷം പേയ്മെന്റ് മെത്തേഡ്സ് അവിടെ കാണിക്കും. നിങ്ങൾക്ക് ഏത് പേയ്മെന്റ് മെത്തേഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാലറ്റ്സുകൾ ഉപയോഗിക്കാം. EMI ഓപ്ഷൻ ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPI ആണ്. കാരണം ഗൂഗിൾ പേ, ഫോൺ പേ ഉപയോഗിക്കാത്ത ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ ഏറ്റവും കൺവീനിയൻറ്റ് ആയിട്ടുള്ള എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ ആണല്ലേ? ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും അറിയണ്ട. ആ ഒരു ഗൂഗിൾ പേയുടെയോ ഫോൺ പേയുടെയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് പേയുടെയോ പേടിഎമ്മിൻ്റെയോ ഏതാണ് നിങ്ങളുടെ UPI ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി. ഞാനിപ്പോൾ തൊടുന്നത് ഗൂഗിൾ പേയിലാണ്. അപ്പോൾ നേരെ ഗൂഗിൾ പേയിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേയുടെ സ്ക്രീൻ റെക്കോർഡ് കാണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേയുടെ സ്ക്രീൻ റെക്കോർഡ് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല, സെക്യൂരിറ്റി റീസൺസ് കാരണം. ഈവൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്ക്രീൻ മാത്രമേ വരത്തുള്ളൂ. ഗൂഗിൾ പേയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പേയ്മെന്റ് പേജിലേക്കായിരിക്കും വരുന്നത്. പിന്നടിച്ച് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ആയി. നിങ്ങൾ നേരെ റീഡയറക്ട് ചെയ്ത് ബാക്ക് ആയിട്ട് ഇതുപോലത്തെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾ സക്സസ്ഫുള്ളി ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നേരെ ബൈ നൗ കൊടുക്കുക, നിങ്ങളുടെ പേര്, ഇമെയിൽ, ഫോൺ നമ്പർ കൊടുക്കുക, വീണ്ടും ബൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഗൂഗിൾ പേയുടെ ഫോൺ പേയുടെ ഐക്കൺ കാണും. അതേ നിൽക്കുക, നിങ്ങളുടെ UPI പിൻ അടിക്കുക, പർച്ചേസ് കംപ്ലീറ്റഡ്, ഡൺ. ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വാലറ്റുകൾ ഉപയോഗിക്കാം. അതിനുള്ള പോസിബിലിറ്റീസും അതിനുള്ള സംവിധാനങ്ങളും ആ ഒരു പേയ്മെന്റ് പേജിലുണ്ട്. ഗൂഗിൾ പേന്നോ ഫോൺ പേന്നോ പേയ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ തിരികെ വരാൻ പോകുന്നത് ഈ ഒരു പേജിലേക്കായിരിക്കും. നേരത്തെ ബൈ നൗ എന്നുള്ള സ്ഥാനത്ത് ഇപ്പോൾ സ്റ്റാർട്ട് എന്നായില്ലേ? ആ സ്റ്റാർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കോഴ്സിന്റെ പേജിലേക്ക് കയറി. പിന്നെ ലൈഫ് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഒരുപാട് കോഴ്സ് കംപ്ലീറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ കൊണ്ട് നിർത്താൻ പോകുന്നില്ല. നിങ്ങൾക്ക് ലൈഫ് ലോങ് കോഴ്സ് ആക്സസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം പറയട്ടെ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കറണ്ട് അഫയേഴ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകാറില്ലേ? അതുപോലെ കോപ്പി റൈറ്റിംഗുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോസ് ഇതിൻ്റെ അകത്തേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയൊരു മാർഗ്ഗമുണ്ടെങ്കിൽ പുതിയ കമ്പനീസുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാം, അവരെങ്ങനെ ബന്ധപ്പെടാം, പുതിയ സാധ്യതകൾ ഒക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സംഭവം പെയ്ഡ് കോഴ്സാണ്. 899 അടച്ചാൽ മതി ആദ്യത്തെ 1000 പേർക്ക്. പക്ഷേ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് ഒറ്റ നയാ പൈസ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. ജീവിത അവസാനം വരെ ഇത് കണ്ട് അതിൻ്റെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം മലയാളത്തിൽ ആദ്യമായിട്ട് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വന്തം വെബ്സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വന്തം കോഴ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ഉള്ളന്നേ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള പാട്. ഡയറക്റ്റ് ഗൂഗിൾ പേ, ഫോൺ പേ, UPI പേയ്മെൻ്റ് ആണ്. ഇത് പർച്ചേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ജീവിതം ശരിക്കും മാറി. ഇതൊന്നും ആരും എന്താ സ്കൂളിലൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് കൂണ് പോലെ പൊട്ടിമുളയ്ക്കുന്നില്ല. ഇതൊന്നും മലയാളികളെ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നല്ല സാധ്യതയുള്ള ഒരു കാര്യങ്ങളും ആരും നമ്മളെ പഠിപ്പിച്ചു തരത്തില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ഞാനത് ഒരുപാട് പേരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. അടിച്ചു പൊളിക്കാം, ട്രിപ്പ് പോകാം, നല്ല പബ്ബിലും അവിടെ ഇവിടെയും കാര്യങ്ങളൊക്കെ പോകാം. ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, ലോകം എക്സ്പ്ലോർ ചെയ്യാം, നല്ല ബൈക്കുകൾ, വണ്ടികൾ മേടിക്കുക. അതുപോലെ തന്നെ ഇന്ന് യുവജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒന്നാണ് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്. ഫോൺ, PC, ലാപ്ടോപ്പ്, മാക്ക്, ഐഫോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. ക്യാമറാസ്, DSLR ഇതൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. കാറ്, ബൈക്ക്, ഓട്ടോമോട്ടീവ്, എന്തും, നല്ല വസ്ത്രങ്ങൾ, നല്ല അടിപൊളി ബ്രാൻഡഡ് സാധനങ്ങൾ. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. പൈസ ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തില്ല എന്ന് മറ്റൊരു സത്യം കൂടിയാണ്, നഗ്ന സത്യമാണ്. ഇല്ലാത്തവനെ
കണ്ണില്ലാത്തവനെ കണ്ണിൻ്റെ വില അറിയത്തുള്ളൂ എന്ന് പറയത്തില്ലേ? ഇറ്റ്സ് ദ റിയാലിറ്റി. ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി ഞാൻ എങ്ങനെയാണ് കോപ്പി റൈറ്റിംഗിലേക്ക് വന്നതെന്ന് പറയട്ടെ. പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടി തുടങ്ങുന്ന സമയമാണ്. വീട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് ആ ഇൻ്റർനെറ്റ് എടുത്തത്. അതിന് മൊബൈൽ കണക്ഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് നമുക്ക് വളരെ സ്പീഡ് കുറഞ്ഞ ഇൻ്റർനെറ്റാണ്. കുറച്ച് 1 GB എങ്ങാണ്ട് കഷ്ടിച്ച ഒരു മാസമൊക്കെ ഉള്ളൂ. അന്നാണ് ഞാൻ ഈ കോപ്പി റൈറ്റിങ്ങിനെ പറ്റി ആദ്യമായിട്ട് കേട്ട് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ചെറുതായിട്ട് പഠിച്ചു തുടങ്ങുന്നത്. അന്ന് ഞാൻ 8ലാണ്, എനിക്ക് അത്ര വിവരമേ ഉള്ളൂ. അപ്പോൾ 8, 9, 10 ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ചെറുതായിട്ട് അതിൻ്റെ ബാലപാഠങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷേ ഇതിനെ പറ്റിയിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നമ്മുടെ തലൈവർ അംബാനി സാർ വന്നിട്ട് ജിയോ ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തില്ലേ? അന്ന് നമുക്ക് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ്, 4G ഫോണൊക്കെ ഉള്ളൊരു സമയമാണല്ലേ? അന്നാണ് ഈ സംഭവം എന്താണെന്ന് ഞാൻ കാര്യമായിട്ട് പഠിക്കുന്നത്, അതിൻ്റെ സാധ്യതകൾ പഠിക്കുന്നത്. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് അതിൽ നിന്നൊരു പേയ്മെൻറ്റ് കിട്ടുകയാണ്. വേറൊരു സംഭവം പറയട്ടെ. അതായത് എനിക്ക് ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്. ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, ട്രൈ ചെയ്ത് വർക്കിംഗ് ആണോ നോക്കണമല്ലോ. ഏകദേശം 10 ദിവസം, ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾ വെച്ച് വർക്ക് ചെയ്തു. എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ള പൈസ എന്ന് പറയുന്നത് $2,500 ആണ്. അതായത് ഏകദേശം 2 ലക്ഷം ഇന്ത്യൻ റുപ്പി. അതിൻ്റെ റെഫറൻസ് നമ്പർ അടക്കമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആരെങ്കിലും ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെഫറൻസ് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റുന്നതാണ്. അശ്വിൻ മേനോൻ എം എന്ന് പറയുന്ന എൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ആ പൈസ വന്നിട്ടുള്ളത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ $2,500 എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു സംഖ്യയാണ്, 2 ലക്ഷം രൂപയാണല്ലേ. പക്ഷേ ഇത് തന്ന കമ്പനിക്ക് അത് വലിയൊരു സംഖ്യ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇത്രത്തോളം പൈസ കിട്ടുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം അതായത് നമ്മൾ 100 രൂപ ചിലവാക്കുന്നത് എങ്ങനെയാണ്? 100 രൂപയ്ക്ക് ഇന്നൊരു ക്വാർട്ടർ കുഴിമന്തി പോലും കിട്ടത്തില്ല അല്ലേ? 150, 125 രൂപയൊക്കെ കൊടുക്കണം അല്ലേ? പക്ഷേ അമേരിക്കക്കാരൻ 100 രൂപ ചിലവാക്കുന്ന പോലെ അവിടെ ചിലവാക്കുന്നത് $100. ആ $100 അവർ ഇങ്ങോട്ട് അയക്കുന്നത്. അവരെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ, വലിയ സംഖ്യയൊന്നുമല്ല. പക്ഷേ ആ $100 നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ഇന്ത്യൻ റുപ്പി ആയിട്ടാണ് വരുന്നത്? 8,000 രൂപ. അതായത് $1 എന്ന് പറയുന്നത് 80 രൂപയാണ്. 8,000 രൂപയായിട്ടാണ് ഈ ഒരു ഡോളർ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ റുപ്പി ആയിട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ സാധ്യത. നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഭൂരിഭാഗം ഇൻ്റർനാഷണൽ കമ്പനീസുമായിട്ടാണെങ്കിൽ ഈ ഒരു ഭയങ്കര പോസിബിലിറ്റി, അനന്ത സാധ്യതയാണ് നമുക്ക് മുമ്പിൽ തുറന്നു കിടക്കുന്നത്. എന്തായാലും കോഴ്സ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചേർന്ന 1000 പേർക്ക് അങ്ങനെയാണ് നമ്മൾ കോഴ്സിൻ്റെ ആക്ച്വൽ പ്രൈസ് 3,500 തള്ളിയൊന്നുമല്ല. അതാണ് വെബ്സൈറ്റിൽ ഓൾറെഡി എൻ്റെ ഡാഷ്ബോർഡിലുള്ള പ്രൈസ് അതാണ്. നമ്മൾ ഡിസ്കൗണ്ടുകൾ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ കോഴ്സിൻ്റെ വില ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മളതിൻ്റെ ഇത്രയും നാൾ പഠിച്ചു, അത് മൂല്യമാണ്, റെക്കോർഡിങ്, അതെല്ലാം കണക്കൂട്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നൊരു പ്രൈസാണത്. അപ്പോൾ ആദ്യം ചേർന്ന 1000 പേർക്ക് 899, അതായത് 3,500 ഡയറക്റ്റ് 899 വന്നാണ് ഇപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസ് കിടക്കുന്നത്. നല്ലൊരു ശതമാനം ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്, സത്യസന്ധമായിട്ടാണ് തന്നെ ഇട്ടത്. പിന്നെ കോഴ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കോപ്പി റൈറ്റേഴ്സിൻ്റെ ഡിമാൻഡ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കോപ്പി റൈറ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ്. ഇന്ന് ലക്ഷക്കണക്കിന് കമ്പനീസാണ് ഇന്ന് കോപ്പി റൈറ്റേഴ്സിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എണ്ണം കുറയായതുകൊണ്ട് തന്നെ അവരുടെ എണ്ണം കുറയായതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് ഡിമാൻഡാണ്. ഡിമാൻഡ് കൂടും അല്ലേ? ലഭ്യത കുറയുമ്പോഴേക്കും ഡിമാൻഡ് കൂടും. ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും AI വന്നോടുകൂടിയിട്ട് കോപ്പി റൈറ്റിംഗ് മേഖലയിലേക്ക് വരാൻ പേടിക്കുകയാണ്. AI കോപ്പി റൈറ്റേഴ്സിനെ റീപ്ലേസ് ചെയ്യുമോ എന്ന്. പറ്റില്ല. അത് ഹ്യൂമൻ ടച്ച് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മളൊരു പരസ്യം നമ്മൾ പത്രക്കട്ടിങ്ങിൽ അല്ലെങ്കിൽ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്യം AIക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? നമ്മുടെ മലയാളി മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മൾ കോപ്പി റൈറ്റേഴ്സിൻ്റെ AI ആയിട്ടുള്ള ഒരു ലിങ്കിങ് നോക്കുന്നത്. AIക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കോപ്പി റൈറ്റിങ്ങിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗത്തെ പറ്റിയിട്ട്, മണി മാനേജ്മെൻറ്റിനെയൊക്കെ പറ്റിയിട്ട് നമ്മുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പഠിപ്പിച്ചാൽ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് കോഴ്സും ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഇതുപോലത്തെ ഒരുപാട് ജോലികളുണ്ട് കോപ്പി റൈറ്റിംഗ് പോലെ തന്നെ. ഇതിലൂടെ ഒന്നും പണം സമ്പാദിക്കാമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. ആർക്കും അത് തിരയാനുള്ള നേരെയില്ല. എന്തോരം പേർക്ക്, എത്ര മലയാളികൾക്ക് ഇതിലൂടെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇതെന്താ ആരും ഇത് നോക്കുന്നില്ല. ഇങ്ങനത്തെ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്, അനന്ത സാധ്യതകളാണ് ഇതുപോലത്തെ മേഖലയിലുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. ദിവസവും കുറച്ച് മണിക്കൂറുകൾ വർക്ക് ചെയ്താൽ മതി. ഇനി നമ്മൾ മലയാളികളുടെ ഒരു മെൻറ്റാലിറ്റി പറഞ്ഞോട്ടെ, ഏത് തട്ടിപ്പിലും കൊണ്ടുപോയിട്ട് തലവെച്ച് കൊടുക്കും. ഇപ്പോൾ പല പോസ്റ്റേഴ്സും കാണാറുണ്ട്. ഒരുപാട് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് സ്റ്റോറി ഇടുന്ന ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, ഈ നമ്പറിൽ ബന്ധപ്പെടൂ എന്നും പറഞ്ഞിട്ടാണ്. പുതിയ കമ്പനിയിലേക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഞാൻ അതിനെപ്പറ്റി എൻക്വയറി ചെയ്തു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നുള്ള പേരിൽ നടക്കുന്ന മണി ചെയിൻ തട്ടിപ്പുകളാണ്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒറിജിനൽ സ്കീമാണ്. പക്ഷേ കേരളത്തിൽ അതിൻ്റെ മറവിൽ നടക്കുന്ന വലിയ തട്ടിപ്പുകളാണ്. പോൺസി സ്കീമാണ്, പിരമിഡ് സ്കീമാണ്. ഇപ്പോൾ MTF എന്ന് പറയുന്ന കമ്പനിയിൽ മലയാളികൾക്ക് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എടുത്ത് MTF സ്കാം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്ക്. അതിലൊക്കെ കൊണ്ട് ലക്ഷങ്ങൾ കളയും, കോടികൾ കളയും. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. എല്ലായിടത്തും കൊണ്ട് പൈസ കളയും. പക്ഷേ ഇതുപോലുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് 899 രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത് ഈ തട്ടിപ്പിൽ പോയി വീഴാൻ നിർത്തുക.
MTFE അല്ലെങ്കിൽ BBADC, മറ്റ് പോൺസീസ് പിരമിഡ് സ്കീമുകൾ, അല്ലെങ്കിൽ MLMന്റെ മറവിൽ നടക്കുന്ന മണി ചെയിൻ തട്ടിപ്പുകൾ, അതൊരു പിരമിഡ് സ്കീമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക. എന്തിനാണ് അതിൻ്റെ അകത്തൊക്കെ കൊണ്ടുപോയിട്ട് പൈസ കളയുന്നത്? പൈസ എല്ലാവർക്കും ആവശ്യമാണ്, പൈസ എല്ലാവരും ഉണ്ടാക്കിയും വേണം, എന്നാലേ അടിച്ചുപൊളി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് എ ഫാക്ട്, ഇറ്റ്സ് എ റിയാലിറ്റി. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം പൈസയാണ്. ഒന്നാമത്തെ നിങ്ങളുടെ ഹെൽത്താണ്, ആരോഗ്യമാണ്. എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടണമെന്നില്ല. പക്ഷേ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ബെറ്റർ ഹെൽത്ത് കെയർ നിങ്ങൾക്ക് കിട്ടും, അല്ലേ? നിങ്ങൾക്ക് അമേരിക്കയിൽ വേണമെങ്കിൽ ചികിത്സയ്ക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഈവൻ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയ ചികിത്സയ്ക്കല്ലേ പോകുന്നത്. അപ്പോൾ അതെന്താണ് സൂചിപ്പിക്കുന്നത്? നല്ല പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ഹെൽത്ത് കെയർ കിട്ടും, എന്നാലും ആരോഗ്യം തിരിച്ചു കിട്ടണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ജീവിതത്തിലെ ആരോഗ്യമാണ്. രണ്ടാമത്തത് ബന്ധങ്ങളാണ്, റിലേഷനാണ്. അത് നമ്മുടെ കുടുംബമായാലും, നമ്മുടെ പാർട്ട്ണറായാലും, ഭാര്യ ഭർത്താവായാലും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായാലും, ബന്ധുക്കളായാലും, ആരാണെങ്കിലും നമുക്ക് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാലും കിട്ടണമെന്നില്ല. ചിലവർക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്നു, ചിലവർ ജീവിതത്തിൽ നേടിയെടുക്കുന്നു. പക്ഷേ പൈസ കൊണ്ട് മാത്രം ഒരിക്കലും ബന്ധങ്ങൾ നേടിയെടുക്കാൻ സാധിക്കത്തില്ല. ബാക്കി ഈ ലോകത്ത് എന്തും തന്നെ നിങ്ങൾക്ക് പൈസ കൊടുത്ത് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം പൈസയാണ്. ഇത് ഈ ഒരു സത്യം ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് ഉണ്ട്. അവിടെ കയറുക, സാധനം പർച്ചേസ് ചെയ്യാൻ കാണിച്ചു തന്നില്ലേ, 899 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുക, കോപ്പി റൈറ്റിംഗ് പഠിക്കുക, രക്ഷപ്പെടുക. ഈ കോഴ്സ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ടീമിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു കോഴ്സാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു 10ാം ക്ലാസ് സ്റ്റുഡൻറ്റ് മുതൽ അങ്ങോട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ കണക്റ്റ് ആവുന്ന രീതിയിൽ. അല്ലാതെ നമസ്കാരം, എൻ്റെ പേര് അശ്വിൻ, ഞാനിന്ന് പറയാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഈ സംസാരിക്കുന്ന ടോൺ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ ഹൃദയമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് അല്ലേ? ഈ ഒരു ടോണിലാണ് ഞാൻ അതിൻ്റെ അകത്ത് പ്രസൻറ്റേഷൻ നൽകിയിട്ടുള്ളത്, അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിന് കാര്യങ്ങൾ മനസ്സിലാവും. അത് അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അത് എന്താണെങ്കിലും തന്നെ, അത് മോശമാണെന്നോ അല്ലെങ്കിൽ കുഴപ്പമില്ലെന്നോ, കുഴപ്പമില്ല എന്ന് അങ്ങനെയെങ്കിലോ, അല്ലെങ്കിൽ അടിപൊളിയാണെന്നോ നല്ലതാണെന്നോ 1 to 10 റേറ്റിംഗ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളാണ് അതിനെപ്പറ്റി പറയേണ്ടത്. മാസം 5 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ സമ്പാദിക്കാം. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ഇതൊക്കെ സാധ്യമാണെന്നല്ലേ. ഞാൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കേണ്ട. ഞാനിത് വീഡിയോയ്ക്ക് നേരത്തെ പറഞ്ഞോന്നറിയത്തില്ല, മുമ്പ് പറഞ്ഞോന്നറിയത്തില്ല, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. അതായത് ഡിസ്കോഡ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മുടെ ടെലഗ്രാമൊക്കെ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ പോയിട്ട് കോപ്പി റൈറ്റേഴ്സിൻ്റെ സെർവറിൽ പോകുക. അവിടെ ഓരോ കോപ്പി റൈറ്റേഴ്സ് സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട് അവരുടെ വരുമാനം. $10,000, $20,000 ഒക്കെയാണ് അവർക്ക് വരുമാനം കിട്ടുന്നത്. $10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ, 20,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ലക്ഷം രൂപ, $1 80 റുപ്യാണ്. അങ്ങനെയെങ്കിൽ കൂട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ട് ബോധ്യപ്പെടുക. ഈ കോപ്പി റൈറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ നേരത്തെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട്. ഞാനന്ന് 10ാം ക്ലാസ്സിൽ അത് വിട്ടാണ്. അതിനുശേഷം പിന്നീട് നല്ലതുപോലെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഞാനൊരു കോടീശ്വരനായിരുന്നു സത്യം പറയുവാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ ഞാനതൊക്കെ വിട്ടു. ജിയോ വന്നതോട് കൂടിയിട്ട് അപ്പോൾ കുറച്ച് നോക്കിയിട്ട് അത് വിട്ടു കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ യൂട്യൂബിലേക്ക് വന്നതോട് കൂടിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് വിടുന്നത്. പക്ഷേ പിന്നീട് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചപ്പോഴേക്കും അതിന് ഉത്തരമായിട്ട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ഇതായിരുന്നു. ലെജിറ്റ് ആയിട്ടുള്ള, അതായത് ഒറിജിനൽ ആയിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയാണ് കോപ്പി റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പെൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് കണ്ണോടച്ച് കയറിക്കോ. കാരണം എന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ള ആളാണ്. ഞാൻ ഒരിടത്തും പോകുന്നൊന്നുമില്ല. ഈ കോഴ്സിൻ്റെ ഓരോ ഘട്ടത്തിലും ഞാൻ കൂടെ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് തരുന്നത്. കണ്ണുടച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. കാരണം അത്രയും നമ്മുടെ ടീമാണ്, ഞാൻ ഒറ്റയ്ക്കല്ല ഡെവലപ്പ് ചെയ്തത്, നമ്മുടെ ടീമാണ് ഡെവലപ്പ് ചെയ്തത്. ഒരിക്കലും ഒറ്റയ്ക്കെന്ന് ഞാൻ ക്രെഡിറ്റ് എടുക്കുന്നൊന്നുമില്ല. വെബ്സൈറ്റ് എൻ്റെ സ്വന്തം വെബ്സൈറ്റാണ്, പക്ഷേ എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയാമോ? ഇല്ല, നമ്മുടെ ടീമാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എനിക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ABCD എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ സത്യമാണ്, ഞാനത് കള്ളം പറയുന്നൊന്നുമില്ല. അപ്പോൾ അതാ പറഞ്ഞത്. എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. മറ്റൊരു വീഡിയോയിൽ അതിനു മുമ്പ് നിങ്ങളത് എടുക്കുക, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റട്ടെ, നല്ലതുപോലെ നല്ല ജീവിത സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ, അത്ര ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പെഷ്യൽ സൈനിങ് ഔട്ട്.